ഇത്ര തീർത്തും ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല. ഇപ്പൊ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ട് വർത്താൻ പറയുന്നത്, നമുക്ക് ഇവിടെ ജീവിക്കട്ടെ. അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്യുലറിസം എന്നല്ലാതെ പറഞ്ഞുവിടൂ. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, വ്യക്തിയില്ല. ഈ പ്രബോധനം 50-ാം വാർഷിക പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ തീവ്രവാദത്തിന്റെ നാറുന്ന മുഖം വളരെ വ്യക്തമായി അവരറിയാതെ എഴുതിപ്പോയിട്ടുണ്ട്. കാശ്മീർ താഴ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. ഈ കാശ്മീർ താഴ്വരയിലെ തീവ്രവാദി ഗ്രൂപ്പുകളിലൊന്നായ ഹിസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ്. ഇതിനു പുറമെ അല്ലാ ടൈഗേഴ്സ് എന്ന ഒരു സംഘത്തിനും ജമാഅത്ത് രൂപം നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത പാരയിൽ ഒന്നാമത്തെ വാചകം കേട്ടോളൂ. വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് വലുതാണ്, പ്രധാനമാണെന്ന്. വിവിധ സായുധ ഗ്രൂപ്പുകൾ ചേർന്ന് രൂപം നൽകിയ മുത്തഹിദ ജിഹാദ് കൗൺസിലിന്റെ ചെയർമാൻ അലി മുഹമ്മദ് ഡാറും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളിൽ ഒരാളാണത്രേ. IS-നെ പോലെ മതരാഷ്ട്രവാദം അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ലക്ഷണമൊത്ത ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. IS തലവൻ ബാഗ്ദാദി സ്ഥിരമായി തന്റെ പ്രസംഗങ്ങളിൽ മൗദൂദിയുടെ ആശയങ്ങൾ പ്രകീർത്തിക്കാറുണ്ടായി. മതരാഷ്ട്രവാദമാണല്ലോ അവരുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്. അവര് ആ വാദമൊന്നും അവരില്ല, അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്ക് ഉന്നയിക്കുന്നില്ല. വെളുപ്പിക്കുന്നത് വോട്ടിന്, തകരുന്നത് മതസൗഹാർദ്ദം.